കറുപ്പിന് എന്താണ് പ്രശ്നം? മറ്റു നിറങ്ങളെപ്പോലെ കറുപ്പിനെയും കാണാൻ കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ കറുപ്പാണെങ്കിലും ഏഴഴകല്ലേ, കറുപ്പാണെങ്കിലും നല്ല ഐശ്വര്യമല്ലേ തുടങ്ങിയ ഭംഗി വാക്കുകളാണ് കറുപ്പെന്ന നിറത്തെ പ്രശ്നത്തിലാക്കുന്നത്. അതിനുദാഹരണമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വർണ്ണവെറികളും അധിക്ഷേപങ്ങളും. കുറച്ചു മാസങ്ങൾക്ക് മുന്നെയാണ് നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണൻ കാക്കയുടെ നിറമെന്ന തരത്തിലുള്ള വർണ്ണ അധിക്ഷേപങ്ങൾ നേരിട്ടത്. എന്നാൽ ഇപ്പോഴിതാ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഇത്തരത്തിലുള്ള വർണ്ണാധിക്ഷേപങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന വീഡിയോ അവതാരകരും സിനിമാ അഭിനേതാക്കളും കായിക താരങ്ങളും ഭരണതലപ്പത്തിരിക്കുന്നവർ വരെ ഇത്തരത്തിലുള്ള വർണ്ണ അധിക്ഷേപങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ചർമ്മത്തിന്റെ നിറം നോക്കി മാത്രം അവരെ അളക്കുന്നതാണോ പ്രബുദ്ധ കേരളത്തിന്റെ സംസ്കാരം? ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് ആളുകളിൽ നിന്നും ചോദിച്ചറിയാം. ഇപ്പോൾ ചേട്ടാ, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കളർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി വരെ അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? വർണ്ണം മനുഷ്യരെല്ലാം ഒരു ആദമെന്നും അവ്വായിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. പിന്നെ വ്യത്യസ്ത ഭാഷകളിലും ദേശങ്ങളിലും വ്യത്യസ്ത വർണ്ണങ്ങളിലുമായി അവരെ ദൈവം പടച്ചു. അതല്ലാതെ മനുഷ്യന് വർണ്ണ ഭാഷ ദേശ വ്യത്യാസമായി യാതൊരു ഏറ്റക്കുറച്ചിലുകളും ഇല്ല. മനുഷ്യരെല്ലാവരും തുല്യരാണ്, ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ്, അവർ ഏകോദര സഹോദരങ്ങളാണ്. ആ രീതിയിലാണ് അവർ വർത്തിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും എന്ന് പറയുമ്പോൾ ലൈക്ക് കളർ വെച്ചിട്ട് നമ്മൾ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് നമ്മളൊരു കയ്യിൽ നിൽക്കുന്ന സാധനമല്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ലൈക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വരികയാണെങ്കിലും ഒരിക്കലും നമ്മൾ കളർ നോക്കിയിട്ടല്ലോ. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇയാൾ കുറച്ച് കറുത്തിട്ടാണ്, ഇയാളെ നോക്കണ്ട, ആ ഒരു ചിന്ത ആർക്കും വരില്ല. ലൈക്ക് നമ്മൾ മനുഷ്യനാണ്, അയാൾക്ക് എന്തോ പറ്റി ആളെ നോക്കാതിരുത്തോളും. ഇപ്പോൾ കളർ വെച്ചിട്ട് ഒരാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, അത് ഒരു മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഒരിത്. മനുഷ്യൻ കറുപ്പും വെളുപ്പേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ കറുപ്പിനാണോ വെളുപ്പിനാണോ പ്രാധാന്യം എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. ആ ചർച്ച വെറുതെ ആര് പറഞ്ഞാലും അത് തെറ്റായ ഏറ്റവും അസഹനീയമായ ഒരു വേദന ഉണ്ടാകുന്ന ചർച്ചയാണ്. അതുകൊണ്ട് ആ സ്ത്രീ മാനസികമായി അത്രതായത് ആ സ്ത്രീ ആയതുകൊണ്ടും അത്രയേ അത് പ്രതികരിച്ചുള്ളൂ. പക്ഷെ വേറെ ആയിരുന്നെങ്കിൽ കൂടുതൽ പ്രതികരിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടാ, നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നിറത്തിൻ്റെ പേരിൽ പണ്ടുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഒരുപാട് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിറം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വേർതിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പം നമ്മളെ സമൂഹത്തിൽ തന്നെ എത്ര ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളായാലും ചെറിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാർ നിറം നോക്കിയിട്ടാണ് അവരെ വേർതിരിക്കുന്ന പോലെ എന്ത് കാര്യത്തിന് പോലും. അത് നമ്മുടെ രാഷ്ട്രീയത്തിലും ഉണ്ട്, അല്ലാത്ത ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെയിൽസിൽ പോലും അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് കോസ്മെറ്റിക്കിലാണെങ്കിൽ പോലും നമ്മൾ കറുത്തതായിട്ട് ഒരാളെ പോലും നമുക്ക് അതിലേക്ക് കാണാൻ പറ്റില്ല. വെളുത്തതിനെ മാത്രമേ നമ്മൾ ചൂസ് ചെയ്തും കൊണ്ട് നിൽക്കുന്നുള്ളൂ. അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയാൽ പോലും സമൂഹത്തിൽ നടക്കുന്നൊരു ഇതായി മാറിക്കഴിഞ്ഞു. അത് നമ്മളിനി തിരുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സമൂഹത്തിൽ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോ സമൂഹത്തിൽ എത്ര വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും ശരി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു അഭിപ്രായമൊന്നുമില്ല. അത് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസവും കാര്യങ്ങളാണ്. അവനാരുടെ നിറം അവനാൻ്റെ തന്നെ വലുതാണ്, അത്രേ പറയാനുള്ളൂ. എന്തിനേറെ പറയുന്നു, മാട്രിമോണി പ്രൊഫൈലുകളിൽ പോലും ആളുകളെ നിറം നോക്കി അളക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊന്നും ഉത്തരിയല്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പോലും നിറത്തിന്റെ പേരിൽ വാക്കുകളാൽ ആക്രമിക്കപ്പെടുന്നു. എന്നാൽ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഒരു നിറമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന തലമുറ ഏതു കാലം വരുമെന്ന് കണ്ടു തന്നെ അറിയണം.